ആണ് ആ കാർഡിന് ആ മാസം സ്റ്റാർട്ടിങ്ങിൽ 4 കിലോ കുത്തരിയും എൻഡിൽ 4 കിലോ കുത്തരിയും കിട്ടും. ഈ ലുലു പോലെയുള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് ഇതൊന്നും സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്നതല്ല എന്ന് ചിലര് കമന്റ് ഇടാറുണ്ട്. അപ്പൊ ഞാൻ മഴക്കാലം പ്രമാണിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾക്കൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. ആ വേറൊരു സാധനം ഉണ്ട് കൂട്ടത്തിൽ വിലപിടിപ്പുള്ള ഒരു സാധനം. ശരിയാണല്ലോ, അത് എടുത്തോണ്ട് വാ. സാഹചര്യം കൊണ്ടെല്ലാം മാറും അപ്പ, അല്ലാണ്ട് നമ്മുടെ ജീവനല്ലേ ഏറ്റവും പ്രധാനം. ഇത് നല്ല അടിപൊളിയാണല്ലോ. ഒറിജിനൽ ഡയമണ്ടാ. പിന്നെ ബസ്സിലൊക്കെ കയറി പോകുമ്പോ ഭയങ്കര ഡേഞ്ചറാ, ട്രെയിനും ബസ്സും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോ. പിന്നെ അപ്പൊ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. ആ സാധനമാണോ ഇട്ടോണ്ട് നടന്നോളാം എന്നോട് പറയണേ. പക്ഷെ കാരണം സത്യമാണ്, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചത് ഇടാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പൊ. അമ്മയ്ക്ക് വേണോ ഹോട്ട് ചോക്ലേറ്റ്? അപ്പൊ കുറെ നാളായി നമ്മളൊരു അൺബോക്സിങ് ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, 2-3 ആഴ്ചയായിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങലില്ലായിരുന്നു. അത് കാരണം 1-2 ആഴ്ച വെഡിങ് ആനിവേഴ്സറി പരിപാടി, പിന്നെ ബർത്ത്ഡേ പരിപാടി, പിന്നെ പിന്നത്തെ ആഴ്ച വന്നപ്പോ 2 മരിപ്പുണ്ടായി. അപ്പൊ അങ്ങനെ ഈ വർഷം കുറെ മരിപ്പുകൾ. അത് പിന്നെ 2ഉം പ്രതീക്ഷിച്ചിരുന്ന മരണം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തിരക്കായിരുന്നു. ഇനിയിപ്പോ ഒരു അമ്മച്ചി സുഖമില്ലാതെ ഇപ്പൊ ഞങ്ങളുടെ റിലേറ്റീവ് ഇരിപ്പുണ്ട്. അപ്പൊ ഓരോരോ ഇത് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഞാൻ KSRTC-യിലൊന്ന് യാത്ര ചെയ്തു, പ്രിയദർശിനിയില. പിന്നെ ഈ അടുപ്പിച്ചുള്ള യാത്രയും പോക്കും ഇതൊക്കെ കൊണ്ടേ പിന്നെ ഇവിടെ ആ വന്ന പുള്ളിക്കാരി ഒരു മാസത്തേക്ക് ഇല്ല, വേറൊരു ആവശ്യത്തിന് പോയേക്കും അസുഖമില്ലാതെ. അപ്പം അതൊക്കെ കാരണം മൊത്തം ഒരു തൂക്കമൊക്കെ ഉണ്ട്, ഒരു ക്ഷീണം, ഒരു തൂക്കം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, ഡേറ്റ് പറഞ്ഞേരേ, 19 ജൂൺ 19 വെള്ളി വൈകിട്ട് 8 മണി കേട്ടോ. അപ്പൊ ചെറിയൊരു ജലദോഷത്തിന്, ജലദോഷം അങ്ങനെ വരാറില്ല, ജലദോഷത്തിന്റെ ഒരു മട്ട് പോലെയുണ്ട്, തുമ്മലും ചീറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആവി പിടിച്ചാൽ മതി. ആവി പിടിച്ചാൽ പെട്ടെന്ന് മാറും. എന്തും ആവട്ടെ, ഒരു റെസ്റ്റ് ബോഡി എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കൊണ്ടുവന്നേക്കണ സാധനങ്ങളൊന്നും എടുത്ത് കാണിക്കാം. മഴക്കാലം പ്രമാണിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾക്കൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഉണ്ടോ? ഒന്നാമത്തെ പ്രത്യേകതകൾ എന്താണെന്നറിയോ? ഇതിനകത്ത് കൂടുതൽ എനിക്കുള്ള സാധനങ്ങളാണ്. മഴയത്ത് സാധാരണ നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ള സാധനങ്ങളല്ലേ കൊണ്ടുവരാറ്. ഇത് എനിക്കുള്ള സാധനമാണ് കൂടുതൽ. അപ്പൊ ഇവിടെ മല്ലിക മാങ്ങ മേടിച്ചിട്ടുണ്ട്. പറഞ്ഞു, അവിടെ മേടിച്ചു. അത് ഒരു ഇത് പറ്റിയായിരുന്ന മല്ലിക മാങ്ങയുടെ ദിവസം, ഓഫറുള്ള ദിവസം രാവിലെ വേറെ എന്തോ ആവശ്യം ഉണ്ടായി. അപ്പോൾ പുറത്ത് എന്തോ ആവശ്യം വന്ന് മേടിക്കാൻ പോകാൻ പറ്റില്ല. വൈകുന്നേരം ചെന്നപ്പോൾ തിരുവുമാങ്ങിയായിരുന്നു. അതുകൊണ്ട് അത്ര ക്ലാസ് അല്ല കിട്ടിയത്. അന്ന് ആ സ്കൂട്ടറിനെ ആണ്ട് ഇത് കേബിളിൻ്റെ എന്തോ വിഷയമായിട്ട് സ്കൂട്ടർ കൊണ്ടേ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം ഉച്ച കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും തിരുവായിപ്പോയി ഇതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പം നമുക്ക് ഓരോന്ന് എടുത്ത് വെക്കാം. അപ്പം മഴക്കാലമായതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പച്ചച്ചക്കയൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു ഫ്രീസറിൽ. ഇനി ഒരു ചക്കയും കൂടെ പഴുത്ത് വീഴുക, കോഴിച്ചക്ക ആയതുകൊണ്ട് ഒരു ചക്കയും കൂടെ ഇട്ട് വെട്ടി സ്റ്റോർ ചെയ്യണം. പുള്ളിക്കാരി വന്നത് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഈ മാസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. അന്നേരത്തേക്കും ചക്കയെല്ലാം പഴുത്ത് വീണ് തീരും. സുഖമില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അത് സ്റ്റോർ ചെയ്താലേ നമുക്കില്ലാത്ത സമയത്ത് ഇടയ്ക്കൊന്ന് ഇച്ചിരി പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പം എടുത്ത് കാണിക്കാമെന്ന് ഓരോന്ന്. എനർജി ഇച്ചിരി കുറവ്, ഇത്രയും സമയം ആയതുകൊണ്ട് പിന്നെ ഒരു കോൾഡിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ടാട്ടോ. ഓരോന്ന് എടുക്കാമെന്നാ. മഴ വീണ്ടും തുടങ്ങാറായി. മേത്തായോ കളയല്ലേ, അതിനകത്ത് കിടപ്പുണ്ട്. പശയൊക്കെ പോയായിരിക്കും. പശയൊക്കെ ഉള്ളത് വേണം കുത്താൻ. നേരെയാണോന്നും പറ്റി അറിയില്ല കേട്ടോ. ഏകദേശം നേരെയാ. പാസ്ത നിനക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ. മഴ സമയത്ത് നല്ല ചൂട് പാസ്ത കഴിക്കാൻ നല്ല രസം. നിനക്ക് നീ പണ്ട് പഠിച്ചോണ്ടിരിക്കുമ്പോ സ്റ്റഡി ഹോളിഡേക്ക് നീ അപ്പനെ കൊണ്ട് മാർജിൻ ഫ്രീന്ന് പാസ്ത മേടിപ്പിക്കും, പല പാക്കറ്റ്. എന്നിട്ട് നീ തന്നെ വേവിച്ച് അതിൽ മുട്ടയൊക്കെ പൊരിച്ചിട്ട് സോസൊക്കെ ഒഴിച്ച് കഴിക്കുമായിരുന്നു. എത്രയായി വില? ഇതിന് വലിയ വിലയൊന്നുമില്ല, 26 രൂപയുള്ളൂ. ബാംബിനോയുടെ അല്ലേ? ഒരു കാര്യം പറയാട്ടോ, പ്രൊമോഷൻ അല്ല, ബാംബിനോയുടെ കൈമാറ്റി 26 രൂപയുള്ളൂ. ബാംബിനോയുടെ വെർമിസിലി, ഏത് പായസത്തിനുള്ളതല്ല, മറ്റേ ഉപ്പുമാവിനുള്ള വെർമിസിലി വളരെ നല്ലതാട്ടോ, ഒട്ടിപ്പിടിക്കൂല. റോസ്റ്റഡ് ബ്രോക്കൺ വെർമിസിലി ബാംബിനോയുടെ. നമ്മൾ 2 പ്രാവശ്യം ഇപ്പൊ ഇവിടെ മേടിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് പറഞ്ഞതാ. അത് ചോക്കോസ് ആയിരിക്കും. ഞാനിപ്പോ ചോക്കോസിന്റെ കടുത്ത ആരാധിക. മഴ പെയ്യുമ്പോ അടുപ്പിച്ച് കഴിക്കാറൊന്നുമില്ല, മഴ പെയ്യുമ്പോഴാണ് ഇതിന്റെയൊക്കെ രസം വരുന്നത് നമുക്ക്. ഇതൊക്കെ എപ്പോഴും കഴിക്കൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഡിഫറൻസ് ഇൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, ഡിന്നർ ഐറ്റംസ് ഒക്കെ എനിക്ക് വീക്കെൻഡിലാട്ടോ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മാറി മാറി പരീക്ഷിക്കും, അത്രേ ഉള്ളൂ. വീക്ക് ഡേയ്സിൽ നമുക്കത് പറ്റില്ലല്ലോ. ഇത് ബാക്ക് സൈഡിൽ അതിന്റെ വില കാണിച്ചേ, ഭയങ്കര വിലയാ. പക്ഷെ ഈ സാധനം മിൽക്കി മിസ്റ്റിന്റെ ഈ പനീർ നല്ല 135. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല, കാരണം ബില്ല് അതിൽ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചെറിയ ഓഫർ എന്തോ കിട്ടിയിട്ടുണ്ട് അതിന്.
പക്ഷെ ഈ പനീറാണ്, ഞാൻ ഒരുപാട് പനീറുകൾ മാറി മാറി മേടിച്ചിട്ടും എനിക്ക് നീ പറയാറുണ്ടോ ഇതാ. നീ പറയാറുണ്ടത് മിൽക്കി ഇതിന്റെ മിസ്റ്റിന്റെ കട്ടിങ് സൈസ് കറക്റ്റാ. അത് തന്നെയല്ല മൊത്തം നല്ലതാന്ന് നീ നല്ല പറയാറുണ്ട് ടേസ്റ്റും ഉണ്ട്, എനിക്ക് ഇഷ്ടമായി. എനിക്കും പനീർ ഇഷ്ടാട്ടോ. ഇത് ഡ്രിങ്കിങ് ചോക്ലേറ്റ്. ഇതിന്റെ വില ബാക്കിലായിരിക്കും, അടിയിൽ അവിടെ തന്നെ. 90 രൂപയാ, അല്ല 71 രൂപ. ഞാനും അപ്പയാണ് ഇതിന്റെ ആരാധകർ. ഡ്രിങ്കിങ് ചോക്ലേറ്റ് കാണിച്ചേ. ബേക്കേഴ്സിൽ നല്ല ലുലുന്നാ മേടിച്ചത്. ബേക്കേഴ്സിന്റെ ആണ് അല്ലേ? എന്നെ പോലെ അപ്പയെ പോലെയും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പറയണേ. ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോ പാലിലൊരു ഇച്ചിരി കോൺഫ്ലോർ ചേർത്താലേ നല്ല കൊഴുപ്പ് കിട്ടും. ഈ പടത്തിലെ നല്ല തിളച്ച പാല്, എന്നിട്ട് അതിലേക്ക് കോൺഫ്ലോർ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇവിടെ. അല്ല, ഞാൻ ചേർത്തിട്ടുണ്ടല്ലേ? എന്നിട്ട് ഇത് പൊടിയങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചേരണം, കൂടണം അല്ലേ? നല്ല അടിപൊളിയാ. അപ്പൊ അതും ചൂട് നൂഡിൽസ്. മഴ പെയ്യുമ്പോഴേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് 15 രൂപ അല്ലേ? ചൂട് നൂഡിൽസ്. ഇതൊക്കെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചിലര് പോയിട്ടേ, മൂന്നാർ പോലെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അവര് തട്ടുകടയിൽ നിന്ന് ഇത് ചൂട് നൂഡിൽസ് കഴിക്കുന്ന കാണുമ്പോ നമുക്കും അത് കഴിക്കാൻ തോന്നും. അങ്ങനെ മേടിച്ചതാട്ടോ, ഒരു രസം. ചിലരൊക്കെ ചോദിക്കണ്ട് കൊറേ ദിവസമായാലും അൺബോക്സിങ് കണ്ടിട്ടെന്ന്. അൺബോക്സിങ്ങിന് ഒന്നും വേറെ മേടിച്ചില്ലായിരുന്നു കേട്ടോ. അതെ, ഇത് ധാത്രി ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ്. അത് നല്ല വിലയുണ്ട്. 98 രൂപയാ. കാണാമോ? കാണാം. 990 രൂപ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പേസ്റ്റ്. ഇത്തവണ മാറിയാ മേടിച്ചത്. ഞാൻ വിസിബിൾ വൈറ്റാ സാധാരണ മേടിക്കാറ്. ഇത്തവണ മേടിച്ചത് പടം കാണിച്ചേ. കോൾഗേറ്റ് ടോട്ടൽ. സ്റ്റെയിൻ ഒക്കെ നല്ലതാന്ന് പറഞ്ഞു, പല്ലില് സ്റ്റെയിൻ ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കണ്ടോ? അതുകൊണ്ടൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഒന്ന് മാറി മേടിച്ചതാ. ഞാൻ വിസിബിൾ വൈറ്റാ സാധാരണ മേടിക്കാറ്. ഇനി വെച്ചോ. അതൊരു എക്സോ, അത് അമ്മയ്ക്ക് പറഞ്ഞിരിക്കട്ടെ. ഇത് 10 രൂപയുടെ. അതെ, ഇത് നിങ്ങൾ ആരെങ്കിലും മേടിക്കാറുണ്ടോ? ഞങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ, പാത്രം കഴുകാൻ. പ്രില്ലും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പ്രില്ല് ലിക്വിഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെ. ഇനി അടുത്തത് കോൺ. അത് ഞാൻ കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കോൺ ഒരെണ്ണം 24 രൂപ. സ്കിൻലെസ് ഉണ്ട്, അതിന് വില കൂടുതലാ. ഞാൻ തൂക്കി കഴിഞ്ഞപ്പോ 40 രൂപയോളം വന്നു. അപ്പൊ അത് വേണ്ടാന്ന് ഓർത്ത. പിന്നെ അറിയാൻ വേണ്ട. ബില്ലുകൾ നിറച്ചതിൽ കിടപ്പുണ്ട് കേട്ടോ. ബില്ലുകൾ അല്ലാതെയും ഇനി ഉണ്ടാവൂല സാധനങ്ങൾ. ഇതില്ലേന്ന് അപ്പ 2-3 ദിവസമായി ഇവിടെ ചോദിക്കണം അല്ലേ? 100-ന്റെ ആണ് മേടിച്ചേക്കണ. വെജ് സൂപ്പാണോ? സാധാരണ എല്ലാം ഞാൻ 100-ന്റെ ബ്രൊക്കോളിയാ കുറെ നാളുകളായിട്ട് മേടിക്കാറ്. പക്ഷെ ഇത്തവണ ഞാൻ ബ്രൊക്കോളി വേണ്ടാന്ന് വെച്ചു. അത് കുറെ തവണ കുടിച്ചല്ലോ. അപ്പൊ അതെ, മിക്സഡ് വെജിറ്റബിൾ ഉണ്ട്. ഓരോന്നെടുത്ത് മാറ്റിക്ക്. അത് ചിക്കൻ ഡിലൈറ്റ് മാറ്റിക്കോ. അടുത്തത് മിക്സഡ് വെജിറ്റബിൾ, ചിക്കൻ ഡിലൈറ്റ്. മഷ്റൂം നോക്കി അത് കിട്ടിയില്ല. എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടം. അതും ഒരു സ്പെഷ്യൽ വെറൈറ്റിയാ. അത് സ്പൈസി കൊറിയൻ കിംചി സൂപ്പ്. അതും രസാന്ന് തോന്നുന്നു. സാധാരണ ഞാനിവിടെ സ്വയം ഉണ്ടാക്കാറുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല പലപ്പോഴും. ഇപ്പൊ കുറച്ചു നാളായിട്ട് തിരക്കാം, അതുകൊണ്ട് മേടിച്ചത് കേട്ടോ. പെട്ടെന്നൊരു സൂപ്പ് കഴിക്കണം തോന്നുമ്പോ. അല്ലെങ്കിലും ഈ വർക്കിന്റെ ഇടയ്ക്ക് അതൊന്നും ഉണ്ടാക്കി നടക്കൂല മോനെ. ജോലി കഴിഞ്ഞ് വന്നേച്ചാണ്. അത് പറഞ്ഞാ മനസ്സിലാവൂലല്ലോ ആർക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഇതിൽ ചവറ് കണക്ക് ബില്ല് നമുക്ക് കാണിക്കാം. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ അൺബോക്സിങ്. വേറെ ഒന്നുമില്ല കേട്ടോ. വേറൊരു സാധനം ഉണ്ട് കൂട്ടത്തില്, വിലപിടിപ്പുള്ള ഒരു ശരിയാണല്ലോ, അത് എടുത്തോണ്ട് വാ. ഞാൻ പറഞ്ഞു, പക്ഷെ കാണിച്ചില്ല അമ്മേനെ ഇതുവരെ. അമ്മയ്ക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ബില്ല്. അപ്പൊ ലുലുന്ന് മേടിച്ചതിന്റെ ടോട്ടൽ റേറ്റ് 395 പ്ലസ് സൂപ്പും നൂഡിൽസും പാസ്തയൊക്കെ ഞാൻ കല്യാണിന്നാട്ടോ മേടിച്ചു. അതിന്റെ ടോട്ടൽ കൂട്ടി ഞാൻ പറയാം. പനീർ കണ്ടോ, ഓഫർ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 116 കിട്ടിയത് കേട്ടോ, 30 രൂപയുടെ. പിന്നെ ഡ്രിങ്കിങ് ചോക്ലേറ്റിന് 70 രൂപയ്ക്കാണ് കിട്ടിയത്, 71 രൂപയാണ്. പിന്നെ പേസ്റ്റിന് 79 രൂപ, അത് 80 രൂപയാണ്. ദീദി ഷാമ്പു 98 രൂപ, 99 രൂപയുടെ സാധനം. എക്സോ 8 രൂപയ്ക്ക് കിട്ടി, 10 രൂപയുടെ സാധനത്തിന്. സ്വീറ്റ് കോൺ സിംഗിൾ പാക്കറ്റ് അത് സെയിം തന്നെ റേറ്റ്, 24 രൂപ. അപ്പൊ അതാണ് റേറ്റ്. ചിലര് നമുക്ക് കമന്റ് ഇടാറുണ്ടേ, ലുലു പോലെയുള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് ഇതൊന്നും സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്നതല്ല എന്ന് ചിലര് കമന്റ് ഇടാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, നമ്മുടെയൊക്കെ അടുത്തുള്ള കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കാറ്. ഞാൻ അവിടെ നിന്ന് പ്രധാനമായിട്ടും മേടിക്കണ എനിക്ക് കൺവീനിയന്റ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും.
അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മേടിക്കണേ കേട്ടോ. ലുലു കണക്റ്റിൽ ചെന്ന അതിന്റെ സംഗതികളൊക്കെ മേടിക്കാം. ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ഇത് കിട്ടും. എപ്പോഴും ഫാഷൻ സ്റ്റോറിൽ ചെന്നാൽ ഡ്രസ് ഐറ്റംസ് എല്ലാം കിട്ടും. അപ്പൊ എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കാൻ എനിക്ക് കൺവീനിയന്റ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മേടിക്കണേ. സാധാരണക്കാർക്ക് വേണ്ടിയ സാധനങ്ങളാണ് ഇതെല്ലാം. കണ്ടോ, ഇതിലിപ്പോ സാധാരണക്കാര് ഉപയോഗിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ പറയാം. നമ്മുടെ പനീർ ചിലപ്പോ സാധാരണ എല്ലാവരും സ്ഥിരമായി അങ്ങനെ യൂസ് വേണമെങ്കിൽ പറയാം. അതും വേണമെങ്കിൽ പറയാം. മറ്റുള്ളത് എല്ലാ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധാരണക്കാരിപ്പൊ കൂടുതൽ ഇതുള്ള സംഗതികളാണ് ഉപയോഗിക്കുന്നത് എന്റെ നോട്ടത്തിൽ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പല സംഗതികൾ ക്ലബ് ചെയ്താണ് ഈ വീക്കെൻഡിൽ അവിടെ പോകും. മെട്രോയിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ ഇങ്ങനെ മെമ്മറി കാർഡ് മറ്റേ അങ്ങനെയുള്ള സംഗതികളൊക്കെ കണക്ട് ചെന്നെടുക്കും. ചിലപ്പോ ഇവിടെ ഇവള് ഇത് ചെയ്തേച്ചായിരിക്കും അങ്ങോട്ട് പോണ സാധനങ്ങൾ, ഫാഷൻ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും മേടിക്കും. അങ്ങനെയൊക്കെയുള്ള സംഗതി ക്ലബ് ചെയ്ത് പോകുമ്പോ ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോരും. നമ്മൾ ഈ മേടിച്ചതെല്ലാം ഇപ്പൊ സാധാരണക്കാർ മേടിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. സാധാരണ എല്ലാ പലചരക്ക് സംഗതികളും ഇവിടെ ഹസ്ബൻഡ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ സപ്ലൈകോയില് ഒരു മാസം വെളുത്ത റേഷൻ കാർഡാണ്. ആ കാർഡിന് ആ മാസം സ്റ്റാർട്ടിങ്ങിൽ 4 കിലോ കുത്തരിയും എൻഡിൽ 4 കിലോ കുത്തരിയും കിട്ടും. അല്ല പറയാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം അങ്ങനെ 8 കിലോ. അത് ചിലപ്പോൾ മന്ത് എൻഡിൽ കിട്ടാറില്ല. ചിലപ്പോൾ 4 കിലോ മന്ത് സ്റ്റാർട്ടിൽ മേടിക്കുമ്പോൾ മന്ത് എൻഡിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കുത്തരി ഉണ്ടാവൂല പാലക്കാടൻ. പിന്നെ വേറെ ഏതാണ്ടൊക്കെ അരികളുണ്ട്, അതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ വേറെ ഏതോ ഒരു വെളുത്ത അരി മേടിച്ചോണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇത് മേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ കൊള്ളൂല, നമുക്ക് ഇഷ്ടപ്പെടില്ല. കൊള്ളൂലെന്നല്ല, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെ ഇങ്ങനെ ലുലുവിൽ പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ആവശ്യമുള്ള ചില സംഗതികൾ അവിടെ കാണുമ്പോൾ എടുത്തോണ്ട് പോരുന്നുള്ളൂ. ഇതൊക്കെ സാധാരണ നിലവാരത്തിലുള്ള സംഗതികൾ തന്നെയാണ്. ഇതിലെന്തെങ്കിലും ലക്ഷറി ഐറ്റംസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയാട്ടോ. അതെ. അപ്പൊ ചിലര് കമന്റ് അങ്ങനെ ഇടാറുള്ളതാ, നിങ്ങളിങ്ങനെ സാധാരണക്കാർക്കൊന്നും അവിടെ നിന്ന് മേടിക്കാൻ പറ്റൂല, അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ മേടിക്കുന്നതിലൂടെ എന്ത് മെസ്സേജാ കൊടുക്കണേന്നൊക്കെ ചിലരിങ്ങനെ കമന്റ് ഇടാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട് അവിടെ 10 രൂപ തൊട്ടിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയും അവിടെ നിന്ന് മേടിക്കുന്നതിലൊന്നും അങ്ങനെ ലക്ഷറി ഐറ്റംസ് ഉണ്ടാകാറില്ല. സാധാരണ വീടുകളിൽ കാണാറുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മുടെ പർച്ചേസുകളിലും കൂടുതലായും കാണപ്പെടാറുള്ളതെന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ വളരെ നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുന്നത്. നമ്മുടെ സ്ഥിരം ഐറ്റംസ് കണ്ടാൽ തന്നെ അതറിയാം. ലക്ഷറി ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിനകത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ കമന്റ് ഇട്ടേന്ന് അറിയില്ല. ഈ സാധനങ്ങളെല്ലാം അടുത്തുള്ള നമ്മുടെ തൊട്ടടുത്ത കടയിൽ പോയതെല്ലാം കിട്ടും, നമുക്ക് കിട്ടും. പിന്നെ റിലയൻസിൽ ഓഫറുള്ള ഡേയിൽ അവിടെ പോയി അവിടെ നിന്ന് ഇവിടെ സാധനങ്ങൾ മേടിക്കാറുണ്ട്, പല സംഗതികളും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ ഓരോ സംഗതികളും മേടിക്കുന്നത്. പിന്നെ ലുലുവില് ഓഫർ ഉള്ളതനുസരിച്ച് ഞാൻ മേടിക്കാറുണ്ട്. ഇപ്പൊ കണ്ടില്ലേ ബില്ലിൽ ഓരോന്നിന്റെ ഓഫർ കഴിച്ചിട്ടുള്ള എമൗണ്ട്. ബാറിനൊക്കെ, അതായത് എക്സോ ബാറിന് 2 രൂപ കിഴിവുണ്ട്. പിന്നെ അതുപോലെ പനീറിന് 135 രൂപയുടെ സാധനത്തിന് 116 രൂപയ്ക്കാണ് കിട്ടിയത്. അതൊക്കെ നല്ല ഡിഫറൻസ് ആണ്. അങ്ങനെ ഓഫർ ഉള്ളത് നോക്കി തന്നെ ഞാൻ പർച്ചേസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ഒരാളല്ലല്ലോ ഇത് കാണണേ. ഇത്രയും ആൾക്കാർ കാണുമ്പോൾ ബഹുജനം പലവിധമല്ലേ, പല രീതിയിലുള്ള കമന്റുകൾ വരും. അതൊന്നും നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറെ കമന്റുകൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു മറുപടി തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് ഇത്രയും സമയമായതുകൊണ്ടും ചെറിയൊരു കോൾഡിന്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ടും എനിക്കൊരു നല്ല മൂടൊന്നും ഇല്ല കേട്ടോ ഒന്നും. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പം ഇതൊരു ബില്ലുണ്ട് ഇതിൻ്റെ. അപ്പൊ ഇത് കല്യാണിന്ന് മേടിച്ചതിന്റെ ടോട്ടൽ എമൗണ്ട് 240 രൂപയാണ് കേട്ടോ. കണ്ടോ, കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത്തിരി കോസ്റ്റ് ഉള്ള സാധനം കേട്ടോ. പനീർ ഇരുന്നേ അവിടെ. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ വന്നതിന് ശേഷം കണ്ടില്ല. അപ്പൊ ഇതേ കണ്ടു നോക്കിക്കോളൂ. ഓ, ഇത് നല്ല അടിപൊളിയാണല്ലോ. ഒറിജിനൽ ഡയമണ്ടാ. തോന്നിയോ കണ്ടിട്ട്? നോക്കിയേ, എടുക്കട്ടെ. ഓ, നല്ല സെറ്റപ്പ് ആണല്ലോ സംഭവം. എടുക്കട്ടെ എന്നാ? എടുത്തോ, സൂക്ഷിച്ചെടുക്കണം. കമ്മലും ഉണ്ട്, പെൻഡന്റും ഉണ്ട്. മാല ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാ കേട്ടോ. ഞാൻ ഇങ്ങനെ വെക്കാം കാണാൻ എളുപ്പത്തിന്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ലതാ, നല്ല സിമ്പിൾ ആണ്, പക്ഷെ വളരെ നല്ലതാ. കയ്യിലങ്ങനെ വെച്ചാൽ അതാ നല്ലത്. അതെ, എന്ത് വിലയായിട്ടുണ്ടെന്ന് പറയാവോ? ഡയമണ്ടിന്റെ വില അറിയോ? ഇല്ല ഇല്ല, എന്നാലും ഊഹിച്ച്. ഇല്ല, നല്ല അടിപൊളിയാ ഇത്. ഞാനാ അത് ഇടാൻ പോണത്. അത് കൊള്ളാം, നല്ലതാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, വളരെ മനോഹരം. പകല് നമുക്ക് എടുത്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം, ഒന്നോടെ കാണിക്കാം. നല്ലത്. കാരണം നൈറ്റ് ആയതുകൊണ്ട് ശരിക്കും ലുക്ക് കിട്ടുന്നില്ല.
ഇത് സ്വർണ്ണ അല്ല കേട്ടോ, സ്വർണ്ണം അല്ല, ഡയമണ്ടും അല്ല, ഡയമണ്ട് റിപ്ലിക്കയാണ്. പക്ഷെ ചെയിൻ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ചെയിൻ ഒരു ഗോൾഡിന്റെ കളറിലുള്ള ചെയിനാണ്. ഈ സെയിം ചെയിൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അന്നേരം, നീ പറഞ്ഞില്ലേ അതൊക്കെ അപകടം ഇട്ടോണ്ട് നടക്കണേന്ന്. 4 ഗ്രാമിന്റെ ചെയിൻ ഞാൻ താരി ഇട്ടോണ്ട് നടക്കണ കുഞ്ഞു ചെയിൻ. പക്ഷെ ഞാനത് ആമസോണിൽ നിന്ന് 198 രൂപയ്ക്ക് മേടിച്ചത്. ഇത് തന്നെ ഇതിന്റെ അറ്റത്ത് കൊളുത്താണ്. അപ്പം മറ്റത് ഡയമണ്ട് റിപ്ലിക്ക ലോക്കറ്റ് ആണ്. ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചതാ. ശരിക്കും ഡയമണ്ടിന്റെ ഫിനിഷ് തന്നെ റേറ്റ് പറഞ്ഞാൽ ഇതിന്റെ ഇത് ഞാൻ മേടിച്ചപ്പോ ആദ്യമായിട്ട് മേടിച്ചോണ്ട് എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ കഴിഞ്ഞ് ഷിപ്പിംഗ് ചാർജ് 100 രൂപയാ. അതും കൂടെ ചേർത്ത് 1500 രൂപയ്ക്കാണ് ഇത് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് കമ്മലും പെൻഡന്റും മാത്രം, ചെയിൻ സെപ്പറേറ്റ് ആണ്. ചെയിൻ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാ. അത് ചെയിന് 198 രൂപ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ ഒരു ദിവസം ചെയിൻ ഇട്ടു, വേർത്തിട്ടും കളറൊന്നും പോയിട്ടില്ല കേട്ടോ. ആ 4 ഗ്രാമിന്റെ ചെയിൻ ഇടാം, പക്ഷെ അത് കഴുത്തേൽ ഇട്ടോണ്ടാണ് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞില്ലേ. വേണ്ട 4 ഗ്രാം എന്ന് പറഞ്ഞാൽ അരപ്പവനല്ലേ. അരപ്പവന് എത്രയാ വില? 60 രൂപ. ആ സാധനമാണോ ഇട്ടോണ്ട് നടന്നോളാം എന്നോട് പറയണേ. പക്ഷെ കാരണം എന്തെങ്കിലും ഒരു തിൻ ചെയിൻ കഴുത്തേല് ഞാൻ ഡെയിലി ഇങ്ങനെ പോകുമ്പോ വല്ലവരും വന്നിട്ട് എന്റെ കഴുത്ത് പറിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അതിന്റെ പിന്നാലെ ഞാൻ നടക്കണ്ടേ? അത് നടക്കണം. ആയുസിന് വല്ല ആപത്തും സംഭവിച്ചാലോ? അതും ശരി തന്നെ. അതൊക്കെ പ്രശ്നം. അതൊന്നും ഡെയിലി ഒരിക്കലും നമുക്ക് സേഫ് അല്ല ഇന്നത്തെ കാലത്ത്. ജോലിക്ക് പോണവര് ശരിക്കും നോക്കണ വീക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ഥിരമായി യൂസ് ചെയ്യുന്നവരാണ്. സ്ഥിരമായ ഒരു പോയിന്റിലൂടെ നടന്നു പോകുന്നവരെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും, ഒരു പോയിന്റിൽ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ നമ്മളെ ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെയല്ല, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മളെ നോട്ട് ചെയ്യുന്നുണ്ടാവും. അത് നമ്മളും അങ്ങനെയല്ലേ. ഒരാളെ ഒരു പോയിന്റിൽ കണ്ടു കഴിഞ്ഞാൽ 2-3 ദിവസം അടുപ്പിച്ച് കണ്ട സ്ഥിരമായിട്ട് നമ്മൾ നോക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്വർണം സേഫ് അല്ല. ഞാൻ ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ ചില ആന്റിമാർ ഇടാറുണ്ട്, മോളെ സ്വർണ്ണം അല്ലേ നല്ലേന്ന്. സ്വർണം നല്ലതാണ് കേട്ടോ, സ്വർണം ഇൻവെസ്റ്റ്മെന്റിന് വളരെ നല്ലതാണ്. പക്ഷെ ഞാനും ഇപ്പൊ പേടിച്ചിട്ട് ഇടാറില്ല. അത് ഇട്ട് നടക്കണ ഒട്ടും സേഫ് അല്ല. ഞാൻ എവിടെയെങ്കിലും ഒന്നിച്ച് കാറിന് ഇങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ മാത്രമേ തിൻ ചെയിൻ ആണെങ്കിലും ഇടാറുള്ളൂ. പണ്ടൊക്കെ ചാനൽ തുടങ്ങിയ ഇടയ്ക്കൊക്കെ മാറി മാറി ഞാൻ ഇട്ട് വീഡിയോസിൽ വരാറുണ്ട്. ഇപ്പം മാറി മാറി ഇടാൻ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു സാധനവും വെക്കാൻ പാടില്ല, എല്ലാം ലോക്കറിലാണ്. അത് വർഷങ്ങളായിട്ടുള്ള ലോക്കറാണ്, കല്യാണത്തിനെടുത്ത ലോക്കറാണ് ഗോൾഡ് വെക്കാനായിട്ട്. അപ്പം എന്നോട് പറഞ്ഞു അതിൻ്റെ പുറകെ പിന്നെ കീറാമുട്ടിയുടെ നടക്കാനും നമുക്ക് പ്രായമായി, നമുക്കതിന് പറ്റൂല, പോയത് തന്നെയാണ് സംഭവം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൊണ്ടുപോയി വെച്ചോളുക, എന്നിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ ചെയിൻ ഇട്ടുകൊണ്ട് നടക്കാം. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പാ അതിങ്ങനെ. അതുകൊണ്ടാണ് അമ്മ ഇതുപോലെ സ്റ്റോണിന്റെ മാലകളിലേക്ക് മാറിയത്. നാളെ ആരോ ചോദിച്ചായിരുന്നു ഈ മുത്തുമാലകളൊക്കെ ഇടാതെ ഗോൾഡ് ഇടാൻ മേലേന്ന്. ഗോൾഡ് ഇടണമെന്ന് അതിയായി ആഗ്രഹമുണ്ട്, ഇടുന്നത് ഇഷ്ടവുമാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചത് ഇടാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. വെറുതെ നമ്മൾ നടന്നു പോകുമ്പോ കൊളുത്തൊന്ന് ലൂസായി അഴിഞ്ഞു വീണാലോ താഴേക്ക്. അത് ഭയങ്കര ഡേഞ്ചർ. പിന്നെ ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. ട്രെയിനും ബസ്സും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾക്കോ അല്ലാതെ ഒരു സിറ്റുവേഷനോ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെ തിന്നായിട്ടുള്ളൊരു ചെയിൻ ഇടും, അല്ലെങ്കിൽ ഒരു വിഷമമാണ് എനിക്കത് കാരണം. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ശീലിക്കാതെ ചെറുപ്പത്തിലേക്ക് ചെറിയ ചെയിനാണെങ്കിൽ ഇട്ട് ശീലിച്ച കാരണം അത് കഴുത്തേ വേണമെന്ന ആഗ്രഹം. പിന്നെ സാഹചര്യം കൊണ്ടെല്ലാം മാറും. അപ്പം അല്ലാണ്ട് നമ്മുടെ ജീവനല്ലേ ഏറ്റവും പ്രധാനം. സംഭവം നല്ലതാട്ടോ. ശരിക്കും ഡയമണ്ട് പോലെ തന്നെ ഇല്ലേ. അതെ, നേരത്തെ പറയണ്ടായിരുന്നു, പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മയുടെ ആശ്ചര്യം കാണായിരുന്നു. ഡയമണ്ട് മേടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഓർഡർ ഇട്ടിട്ടുണ്ടെന്നോ. അബദ്ധം പറ്റിപ്പോയി. ഇനി പറയില്ല. അമ്മയുടെ ആശ്ചര്യം കാണാൻ എനിക്കും ഇഷ്ടം. പകല് ഏതായാലും ഒന്നുകൂടെ കാണിക്കാം, വീഡിയോ എടുത്ത് കാണിക്കാം. ഇതുപോലുള്ള ലോക്കറ്റ്സ് ആണെങ്കിൽ ഈ റെപ്ലിക്കാസ് ഇല്ലേ, അതിനാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഡെയിലി വെയറിനും അതുപോലെ തന്നെ ഫംഗ്ഷൻ വെയറിനും ഒക്കെ വേറെ വേറെ ലോക്കറ്റുകൾ മേടിക്കാം. ഇപ്പോൾ ഫംഗ്ഷൻ വെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലുത് വേണമെങ്കിൽ അത് നമുക്ക് മേടിക്കാം, ഇതിലും കുറച്ചുകൂടി ചെറുത് വേണമെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഒറിജിനൽ ഡയമണ്ട് ആകുമ്പോൾ ഒരു സിമ്പിൾ ലോക്കറ്റ് മേടിക്കുമ്പോൾ തന്നെ നല്ല പൈസയാവും. പിന്നെ ഒരു ഫംഗ്ഷൻ വെയറിന് കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റില്ല, കാരണം നല്ല എക്സ്പെൻസീവ് ആണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ സേഫ്റ്റി പ്രശ്നം ഉണ്ടല്ലോ, ഡെയിലി ഇട്ട് നടക്കാനൊന്നും പറ്റില്ല, നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതാകുമ്പോൾ ആ പ്രശ്നം എല്ലാം സോൾവ് ആയി. ഈ സീസൺ കഴിയുമ്പോൾ ഈ ചക്കപ്പുഴുക്കൊക്കെ കാണുമ്പോൾ എന്തൊരു കൊതിയാന്നറിയോ. അത് ഇനിയിപ്പോൾ ഞാൻ നീ കൊണ്ടുവന്ന സിപ്ലോ കവറിൽ നിറയെ ആക്കി അരിഞ്ഞ് ഇനി ഒരു ചക്ക കൂടെ ഇട്ട് അങ്ങനെ വെക്കും, 2 സിപ്ലോ കവറും കൂടെ. ഓ
അപ്പൊ ചക്കപ്പുഴുക്കും എന്ത് മീനാ ഇത്? പിരാനിയാണോ? പിരാന അടിപൊളിയായിരുന്നു കേട്ടോ. പിരാന വറുത്തതാണ് നല്ലത്. വറുത്തതും നല്ലതായിരുന്നു, പിരാന വെച്ചതും നല്ലതായിരുന്നു. നല്ല കിളി കിളൂന്നായിരുന്നു. ഇത് അവിടെ ഇരിപ്പുണ്ടോ? ഇന്ന് അമ്മ എല്ലാവർക്കും ഹോട്ട് ചോക്ലേറ്റ് ആട്ടോ. പിരാന അല്ല, ദേ ഇത് ഇതാ. ഇത് അലുത്തൂല്ലേ? അലുത്തൂപ്പോ ഞാൻ ഇളക്കിയതാ. നന്നായിട്ട് ഇളക്കണം. ഒരു വീഡിയോയില് ഹോട്ട് ചോക്ലേറ്റ് അവര് മഴയത്ത് കുടിക്കുന്ന കണ്ടപ്പോ എനിക്കിത് വീണ്ടും കുടിക്കാൻ തോന്നി. അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുള്ളതാ. എനിക്ക് ഇങ്ങനത്തെ ഉള്ളതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ബ്രൂ അല്ലെങ്കിൽ ടാറ്റാ കോഫി. ഞാനും അപ്പയാണ് ഈ ചോക്ലേറ്റിന്റെ ഫാൻസ്. ചോക്ലേറ്റ് മീൻസ് മിഠായി അല്ല ഉദ്ദേശിച്ചത്, ആ ഫ്ലേവർ ഇല്ലേ, ആ ഫ്ലേവർ ഞങ്ങള് രണ്ടാളും അതിന്റെ ആൾക്കാരാ. ഒയ്യോ, നീ കഴിച്ചു പോരെ? അല്ല കഴിക്കേ, ഞാൻ കാപ്പി കൊണ്ടുവരാൻ അങ്ങോട്ട്. അപ്പയ്ക്കും കൊണ്ടുവരാം. അപ്പയ്ക്ക് എന്തായാലും ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടം. ഷൂ ഞാൻ കവറിലോ വർക്ക് ഏരിയയിട്ട് വെച്ചു കേട്ടോ. ഇവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരെയും കാണിച്ച് എല്ലാവരെയും കൊതിപ്പിച്ചോണ്ടാണ് ഞാൻ ഈ ചക്കപ്പുഴുക്കും മീൻചാറും കഴിക്കണേ കേട്ടോ. അമ്മയ്ക്ക് പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ മീൻചാറുണ്ടെങ്കിൽ മാത്രമേ അമ്മ ചക്കപ്പുഴുക്ക് കഴിക്കാം. കഴിക്കാട്ടോ. നല്ല രുചിയാണ്. അപ്പം ഈ വീഡിയോ കണ്ട ചക്കപ്പുഴുക്ക് കഴിക്കാൻ ആഗ്രഹം വന്നവരെല്ലാം മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാട്ടോ. എനിക്ക് ചക്കയുടെ വിവിധ വിഭവങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ചക്കപ്പുഴുക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് ഐറ്റംസ് ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ രുചികരമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പച്ചച്ചക്ക കൊണ്ടുള്ള ഈ പുഴുക്കാന്ന് തോന്നുന്നു. വെരി ടേസ്റ്റി. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുമായിരുന്നു, അയ്യോ ഞാൻ എന്തേ ചക്ക വരട്ടിയതിനെ കുറിച്ച് പറയാതിരുന്നേന്നും. ചക്ക വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടം ചക്കപ്പുഴുക്കാണെന്നൊക്കെ ഞാൻ വലിയ ഗമയ്ക്ക് പറഞ്ഞു. പക്ഷേ പണ്ടൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത് ചക്ക വരട്ടിയതായിരുന്നു കേട്ടോ. നല്ല പ്യുവർ പഴുപ്പ് ഇങ്ങനെ ശർക്കര ചേർത്ത് വരട്ടിയെടുക്കില്ലേ, ഓ അതിൻ്റെ ടേസ്റ്റ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതും എനിക്ക് ഈക്വലി ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചക്ക വിഭവം അത് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേ ഹോട്ട് ചോക്ലേറ്റ്, മഴ പെയ്യുമ്പോൾ ഇപ്പം ഈയിടെയായിട്ട് എനിക്ക് സ്ഥിരം കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് ഈ ഹോട്ട് ചോക്ലേറ്റ്. നല്ല രസമല്ലേ, പുറത്ത് നല്ല കാറ്റും കോരിച്ചൊരിയുന്ന മഴയും, അകത്തിരുന്ന് നല്ല ചൂട് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കണം. എനിക്ക് മധുരം കുറഞ്ഞ ഒരു ഇച്ചിരി കൈപ്പരസമുള്ള ഹോട്ട് ചോക്ലേറ്റ് ആട്ടോ കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്ക് വേണോ ഹോട്ട് ചോക്ലേറ്റ്? അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല കേട്ടോ, ഞാനും അപ്പം മാത്രമേ കഴിക്കാറുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് മധുരം, ഒരുപാട് ഓവറില്ല. ഇതിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ പൊടിച്ച് നമുക്ക് ചേർക്കാം, പക്ഷെ അന്നേരം മധുരം കണ്ടവാനായി പോകും. ഡബിൾ ബോയിലൊക്കെ ചെയ്തിട്ട് ചേർക്കാം.